ഹായ് ഡിയർ, വെൽക്കം ടു ദ വോയിസ് ഹബ്. നമ്മളിവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സബ്ജക്റ്റ് പാരൻസിൻ്റെ ഇഷ്ടത്തിന് വിവാഹം കഴിച്ച വ്യക്തികൾ എന്നുള്ള ടോപ്പിക്കാണ്. അതിൽ ആ വ്യക്തികളോടാണ്, ആ മക്കളോടാണ് സംസാരിക്കുന്നത്. ഇതൊരു സെൽഫ് ലവ് വീഡിയോ ആണ്. നിങ്ങളിപ്പോൾ ഏതൊരു സാഹചര്യത്തിലാണുള്ളതെങ്കിലും ചിലപ്പോൾ അതൊരു കംഫേർട്ട് സോൺ ആയിരിക്കാം, അതല്ലെങ്കിൽ നിങ്ങൾക്ക് വളരെയധികം ടോക്സിക് ആയിട്ടുള്ളൊരു സിറ്റുവേഷൻ ആയിരിക്കാം. അതായത് നിങ്ങൾക്ക് ഒരു തരത്തിലുള്ള സന്തോഷമോ സമാധാനമോ ഇല്ലാത്ത അബ്യൂസീവ് ഒരു സിറ്റുവേഷൻ ആയിരിക്കും. നിങ്ങളൊരു കംഫർട്ട് സോണിലാണ് ഇരിക്കുന്നതെങ്കിൽ ആ കംഫർട്ട് സോണ് ബ്രേക്ക് ചെയ്യാനായിട്ട് ശ്രമിച്ചുകൊണ്ടേയിരിക്കുക. നിങ്ങൾക്ക് ആവശ്യമുള്ള എല്ലാം ഉണ്ടായിരിക്കാം. അതായത് ഭർത്താവ്, ഭാര്യ, കുട്ടികൾ, എല്ലാ സന്തോഷങ്ങളും ഉണ്ടായിരിക്കാം. പാർട്ട്ണറിൽ നിന്ന് ഒരു സപ്പോർട്ട് കിട്ടുന്നില്ലെങ്കിൽ പോലും മറ്റുള്ളവരുടെ മുന്നിൽ നിങ്ങൾ കുടുംബമായി ജീവിക്കുന്നു എന്നൊരു അറ്റ്മോസ്ഫിയർ അവിടെ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നുണ്ടാവാം. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ജോലി, അങ്ങനെയെല്ലാം ഉണ്ടായിരിക്കാം. എന്തു തന്നെ ആയാലും നിങ്ങളൊരു കംഫേർട്ട് സോണിലാണ് ഇരിക്കുന്നതെങ്കിൽ ആ ഒരു കംഫേർട്ട് സോണ് ബ്രേക്ക് ചെയ്ത് മുന്നോട്ടേക്ക് വരാൻ ശ്രമിക്കുക. നമ്മളെപ്പോഴും ഒരേ ഒരു ചുറ്റുപാടിൽ തന്നെ ഇങ്ങനെ കഴിഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നമുക്കൊരു പേഴ്സണൽ ഗ്രോത്ത് ഉണ്ടാകില്ല. അതുപോലെ ഈ ഒരു ജീവിതത്തിൽ നിങ്ങൾ നിങ്ങളെ തന്നെ മറന്നു പോയിട്ടുണ്ടാകും. നിങ്ങളുടെ ഇഷ്ടങ്ങൾ എന്താണ്, നിങ്ങളുടെ ആഗ്രഹങ്ങൾ എന്താണ്, ഒക്കെ മറന്നു പോയിട്ടുണ്ടാകും. അത് വിവാഹം കഴിച്ച വീട്ടിലേക്ക് ചെല്ലുമ്പോൾ, അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു വിവാഹ ജീവിതം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ, സ്ത്രീ ആയാലും പുരുഷനായാലും ആ വിവാഹ ജീവിതം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ മുതൽ തന്നെ നിങ്ങളവിടെ ചെയ്യേണ്ട ഒരു കാര്യമാണ്, നിങ്ങൾ എന്താണോ അത് അവർക്ക് കാണിച്ചു കൊടുക്കുക എന്നുള്ളത്. ഒരു മാസ്ക് ധരിക്കാതെ നിങ്ങളായി തന്നെ നിലകൊള്ളുക എന്നത്. ചിലപ്പോൾ അത് സാധിച്ചിട്ടുണ്ടാകില്ല. നിങ്ങൾക്ക് ഇനിയും അത് ശ്രമിക്കാവുന്നതാണ്. നിങ്ങളുടെ ഇഷ്ടങ്ങൾ ഒക്കെയും നിങ്ങൾ എക്സ്പ്രസ് ചെയ്യാം. നിങ്ങളത് നിങ്ങളിലേക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യാം. ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങളുടെ ആരോഗ്യം ശ്രദ്ധിക്കുക. നല്ല ആരോഗ്യകരമായ രീതിയിൽ ഭക്ഷണമൊക്കെ കഴിച്ച്, ടൈമിൽ ഭക്ഷണമൊക്കെ കഴിച്ച് നല്ല രീതിയിലിരിക്കുക. നിങ്ങൾക്ക് എന്തെങ്കിലും അസുഖമോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളെ തന്നെ ഒന്ന് കെയർ ചെയ്യുക. കറക്റ്റ് ടൈമിൽ മെഡിസിൻ എടുക്കുക, ഹോസ്പിറ്റലിൽ പോവുക, എന്തെങ്കിലും എക്സസൈസ് ചെയ്യുക, അതൊക്കെ. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട് സർക്കിൾ, നിങ്ങൾക്ക് നല്ല ഒരു ഫ്രണ്ടെങ്കിലും, നല്ലൊരാളെങ്കിലും ഉണ്ടായിരിക്കണം. അതുപോലെ നിങ്ങളുടെ എഡ്യൂക്കേഷൻ തുടരണമെങ്കിൽ അത് ചെയ്യുക. ഇപ്പോൾ എല്ലാത്തിനും നമുക്ക് പോസിബിലിറ്റീസ് ഉണ്ട്. ഓൺലൈൻ പ്ലാറ്റ്ഫോംസ് ഉണ്ട്. പുറത്തേക്ക് പോകണമെന്ന് നിർബന്ധമില്ല. ഒരു വർക്ക് കണ്ടെത്തണം എന്നുണ്ടെങ്കിൽ അത് കണ്ടെത്തുക. നിങ്ങളുടെ ഇഷ്ടപ്പെട്ട വിനോദങ്ങൾ, ഹോബീസ്, അല്ലെങ്കിൽ നിങ്ങൾ ഇഷ്ടപ്പെട്ട് ചെയ്തിരുന്ന കാര്യങ്ങൾ, ഡാൻസോ, പാട്ടോ, അഭിനയമോ, ചിത്രം വരയോ, കൃഷിയോ, ഗാർഡനിങ്ങോ, കുക്കിങ്ങോ, എന്തായാലും അതിലൊക്കെയും നിങ്ങൾ ഇമ്പ്രൂവായി വരിക. അത്തരത്തിൽ നിങ്ങൾ നിങ്ങളെ തന്നെ ഇമ്പ്രൂവ് ചെയ്ത് കൊണ്ടുവരണം. ഈ ഒരു കംഫർട്ട് സോൺ ബ്രേക്ക് ചെയ്യുന്നതിൻ്റെ ഭാഗമാണിതൊക്കെ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണ്, നിങ്ങളെന്നുള്ള വ്യക്തി എന്താണ്, അതൊക്കെ എക്സ്പ്രസ് ചെയ്യാം. ഒരിക്കലും മറ്റുള്ളവരോട് ദേഷ്യപ്പെട്ടുകൊണ്ടോ ഒച്ചയെടുത്തുകൊണ്ടോ ആകരുത്. മിതമായ ശബ്ദത്തിൽ പറയാനുള്ള കാര്യങ്ങൾ വളരെയധികം വ്യക്തമായിട്ട്, സ്പഷ്ടമായിട്ട് പറയാനായിട്ട് ശ്രദ്ധിക്കുക. ഒരിക്കലും നമ്മൾ കാരണം ഒരു കലുഷിതമായ ഒരു അന്തരീക്ഷം വീട്ടിലുണ്ടാകാതിരിക്കുവാനും ശ്രദ്ധിക്കുക. അല്ല, നിങ്ങൾ ഒരു ടോക്സിക് ആയിട്ടൊരു സിറ്റുവേഷനിലാണ് നിൽക്കുന്നതെങ്കിൽ ആ ഒരു സിറ്റുവേഷനിൽ നിന്ന് പുറത്ത് കടക്കാൻ എന്താണ് ചെയ്യേണ്ടതെന്ന് നിങ്ങളിങ്ങനെ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുക. നിങ്ങൾ സ്വയം അന്വേഷിച്ചുകൊണ്ടിരിക്കുക. ആ ഒരു സിറ്റുവേഷൻ എന്ത് തന്നെ ആയാലും, അതൊരു സ്ത്രീ ആയാലും പുരുഷനായാലും, സ്ത്രീകൾ മാത്രമല്ല പുരുഷന്മാരും ഈ ബുദ്ധിമുട്ടുകൾ പാർട്ട്നേഴ്സിൽ നിന്ന് അനുഭവിക്കുന്നുണ്ട്. എന്താണ് ഈ ഒരു പ്രശ്നത്തിൻ്റെ സൊല്യൂഷൻ? പല പ്രശ്നങ്ങളുണ്ടാവാം. നിങ്ങളത് തേടിക്കൊണ്ടേയിരിക്കുക, അതിനുള്ള സൊല്യൂഷൻ കണ്ടെത്തുക. അതിന് ഒരു ലീഗൽ മാറ്റർ ആവശ്യമാണെങ്കിൽ അത് നിങ്ങൾ ചെയ്യുക. ഓക്കെ ഡിയർ, അത്തരത്തിൽ ലീഗലി മൂവ് ചെയ്ത് അതിനൊരു സൊല്യൂഷൻ കണ്ടെത്തുക. ഒരിക്കലും നമ്മുടെ ലൈഫ് ഒരിടത്ത് സഫർ ചെയ്ത് കളയേണ്ടതല്ല. അതൊരു സ്ത്രീ ആയിക്കോട്ടെ, പുരുഷനായിക്കോട്ടെ. പരസ്പര ധാരണയിൽ പിരിയാൻ സാധിക്കുമെങ്കിൽ അങ്ങനെ. അതല്ല, നമുക്ക് ലീഗലി മൂവ് ചെയ്ത് മാത്രമേ സാധിക്കുള്ളെങ്കിൽ അങ്ങനെ. ചിലപ്പോൾ നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ പാരൻസോ
മറ്റ് ആരും ഉണ്ടാകണം എന്നില്ല. അതുകൊണ്ടായിരിക്കാം നിങ്ങൾ ഈ സിറ്റുവേഷനിൽ പെട്ടിരിക്കുന്നത്. അങ്ങനെ സഫർ ചെയ്യുന്ന വ്യക്തികൾക്ക് ഒരു ഹെൽപ്പ് ചെയ്യണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. പക്ഷേ ഞാൻ അതിനുള്ള ഒരു ഒരു ഫെസിലിറ്റിയിൽ എത്തിയിട്ടില്ല ഭാവിയിൽ. അതായത് ആരും അവരെ സഹായിക്കാനില്ല, പാർട്ണറുടെ ഭാഗത്തു നിന്ന് സഹായമില്ല. ചിലപ്പോൾ കുഞ്ഞു കുട്ടികളായിരിക്കാം, ചിലപ്പോൾ വലിയ കുട്ടികളായിട്ടുണ്ടെങ്കിൽ പോലും അവരും ഇതുപോലെ ഒരു ടോക്സിക് ക്യാരക്ടറായിരിക്കാം. അവർക്ക് സഹായത്തിന് സ്വന്തം വീട്ടുകാരും ഉണ്ടാവില്ല. ആരുമില്ലാതെ വളരെയധികം വിഷമിച്ച് കഴിയുന്ന സ്ത്രീകളോ പുരുഷന്മാരോ ഉണ്ടെങ്കിൽ അവർക്ക് അവരുടെ സാഹചര്യം എന്താണെന്ന് വളരെ കൃത്യമായി മനസ്സിലാക്കിക്കൊണ്ട് അവരെ ലീഗലി സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ മുന്നോട്ട് പോകണം. അല്ലെങ്കിൽ അവർക്ക് എന്ത് സഹായമാണ് വേണ്ടത് അത് ചെയ്തു കൊടുത്ത് മുന്നോട്ട് പോകണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. പക്ഷെ അത് ചെയ്യാനുള്ള ഒരു സ്ഥിതിയിലല്ല ഇപ്പോൾ ഉള്ളത്. ഭാവിയിൽ അത്തരത്തിലൊരു സ്ഥിതിയിലേക്ക് വളരുവാൻ സാധിച്ചാൽ തീർച്ചയായിട്ടും അത് ചെയ്യുന്നതായിരിക്കും. ഇപ്പോൾ നിങ്ങൾ സ്വയം ഉയർത്തിക്കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുക. എന്താണോ നിങ്ങൾക്ക് അവിടെ ഒരു പെയിൻ ക്രിയേറ്റ് ചെയ്യുന്നത്, ആ ഒരു പെയിൻ റിമൂവ് ചെയ്ത് കൊണ്ടുവരാനായിട്ട് പതിയെ ശ്രമിക്കുക. വളരെ കുറേ നാളെടുത്തൊരു പ്രോസസ്സിലായിരിക്കും നിങ്ങളിപ്പോൾ ഇങ്ങനെ ആക്കപ്പെട്ടിരിക്കുന്നത്. അതുപോലെ തന്നെ ക്ഷമയോടുകൂടി കുറച്ച് ടൈം എടുത്ത് മാത്രമേ ഈ കുരുക്കുകളൊക്കെയും അഴിച്ച് സ്വതന്ത്രമാക്കാൻ സാധിക്കുകയുള്ളൂ. സ്വതന്ത്രമാകുക എന്ന് വെച്ച് ഡിവോഴ്സ് എന്ന് പറയുന്നില്ല. അത് ടോക്സിക് ആയിട്ടുള്ളൊരു സിറ്റുവേഷനിലാണെങ്കിൽ മാത്രമാണ് ഡിവോഴ്സ് ഒരു ഓപ്ഷൻ ആകുന്നത്. അതല്ലെങ്കിൽ നമ്മൾ എന്താ പറയുക, സ്വയം ഒരു ഒരു വാല്യൂ ഉള്ളൊരു പേഴ്സൺ ആയിക്കൊണ്ട് നിങ്ങൾക്ക് പാർട്ട്നേഴ്സിന് തുടർന്നും അങ്ങോട്ട് ജീവിക്കാവുന്നതാണ്. നിങ്ങൾ ഇതുവരെ ജീവിച്ചു വന്നതുപോലെ തന്നെ നിങ്ങളുടെ മക്കൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾക്ക് തുടർന്നും നിങ്ങളൊരു വളരെയധികം വിലമതിക്കപ്പെടുന്ന ഒരു പേഴ്സൺ ആയിക്കൊണ്ട് തന്നെ നിങ്ങൾക്ക് ജീവിക്കാവുന്നതാണ്. അതുപോലെ നിങ്ങളെ ആ ഒരു പാർട്ട്ണർ അംഗീകരിക്കണം എന്ന് നമുക്ക് വാശി പിടിക്കാൻ സാധിക്കില്ല. പക്ഷെ നിങ്ങൾക്ക് നിങ്ങളോട് തന്നെ സ്വയം ഒരു അംഗീകാരം തോന്നണം. അതുപോലെ തന്നെ പറയാനുള്ള മറ്റൊരു കാര്യം, ലേഡീസ് കൂടുതലും പാർട്ട്ണറെ അല്ലെങ്കിൽ കുട്ടികളെയൊക്കെ ഡിപ്പെൻഡഡ് ആയിരിക്കും. അങ്ങനെ ആകരുത്. നിങ്ങൾക്ക് എപ്പോഴും ഒരു ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ഉണ്ടായിരിക്കണം. ഒരുപാട് അവസരങ്ങൾ ഇപ്പോൾ ഉണ്ട്. ഒരു ചെറിയൊരു വരുമാനമെങ്കിലും നിങ്ങളുടേതായ രീതിക്ക് നിങ്ങൾക്ക് നേടാൻ സാധിക്കണം. അതെങ്ങനെ നേടാൻ സാധിക്കും? നിങ്ങളത് കണ്ടെത്താൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കും. പെട്ടെന്നൊന്നും ചിലപ്പോൾ കഴിഞ്ഞെന്ന് വരില്ല. അത് കുറേയധികം നമ്മളിങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടേയിരിക്കുമ്പോൾ, അതിനുവേണ്ടി ശ്രമിച്ചുകൊണ്ടേയിരിക്കുമ്പോൾ നമുക്കൊരു ഡോർ ഓപ്പണായി അവിടെ കിട്ടും. ഓക്കെ, ഒരു ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി മസ്റ്റാണ്. ചെറിയൊരു രൂപയാണെങ്കിലും നിങ്ങളുടെ കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കണം. നാളത്തേക്ക് വേണ്ടി നിങ്ങൾക്ക് സ്വരുക്കൂട്ടാൻ സാധിക്കണം. നാളെ ഈ പാർട്ട്ണറുടെയോ കുട്ടികളുടെ മുന്നിൽ കൈനീട്ടേണ്ടി വരരുത്. ആ ഒരു സാഹചര്യത്തിലൊക്കെ നമ്മൾ പെട്ടുപോയാൽ വളരെയധികം ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അതൊക്കെയും ഇപ്പോഴേ മുന്നിൽ കണ്ടുകൊണ്ട് ജീവിക്കണം. ഓക്കെ ഡിയർ, ഞാൻ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. താങ്ക് യു ഡിയർ, താങ്ക് യു സോ മച്ച്. ഞാൻ പറഞ്ഞതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ അത് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താം. താങ്ക് യു.